തിരുമുഖം നേരിൽ കാണാൻ ഞാനും കൊതിച്ചു. തിരുസവിധത്തിൽ അണയാനായി മാനം കൊതിച്ചു. മദീനത്തെ മണ്ണിൽ നിന്നെ മാടി വിളിച്ചു. ചരയണയാനായി മനമിന്നും തുടി തുടിച്ചു. സൗഭാഗ്യം നൽകൂ നാഥ, സന്തോഷം തീർക്കൂ. മനസ്സിന്റെ മുറാദുകൾ നിറവേറ്റിടൂ. സൗഭാഗ്യം നൽകൂ നാഥ, സന്തോഷം തീർക്കൂ. മനസ്സിന്റെ മുറാദുകൾ നിറവേറ്റിടൂ. തിരുമുഖം നേരിൽ കാണാൻ ഞാനും കൊതിച്ചു. തിരുസവിധത്തിൽ അണയാനായി മാനം കൊതിച്ചു. മദീനത്തെ മണ്ണിൽ നിന്നെ മാടി വിളിച്ചു. ചരയണയാനായി മനമിന്നും തുടി തുടിച്ചു. പതിമക്കാപുരിയിലായി പിറന്നവര്, പാരിൽ പൂർണ്ണ പ്രകാശമായി തെളിഞ്ഞവര്. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് നമ്മുടെ തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിനടുത്തുള്ള അത്തക്കൽ മണ്ഡപം എന്നുള്ള പ്രദേശത്താണുള്ളത്. ഇവിടെ ആഴ്ചകളിൽ ബുധനാഴ്ച ദിവസം നമ്മുടെ വിപണി ചന്ത ഒരുങ്ങുന്ന ദിവസമാണ്. അന്നത്തെ ദിവസം നമ്മുടെ ഈ പ്രദേശത്തെ ആളുകളെല്ലാം സാധനങ്ങളും പർച്ചേസ് ചെയ്യുന്നത് നമ്മുടെ ഈ പ്രദേശത്ത് നിന്നാണ്. അതിനാൽ തന്നെ എല്ലാ സാധനങ്ങളും ഇവിടെ നമുക്ക് കുറഞ്ഞ വിലയിൽ ലഭിക്കുമെന്നതാണ് ഇവിടുത്തെ വലിയ പ്രത്യേകത. എല്ലാ സാധനങ്ങളും നമുക്ക് വാങ്ങാൻ സാധിക്കും. ബാഗ് മുതൽ ചെരുപ്പ് മുതൽ ഫ്രൂട്ട്സ്, പിന്നെ സ്നാക്സ്, ഫിഷ്, അങ്ങനെ എല്ലാ സാധനങ്ങളും, ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും നമുക്ക് ഈ ചന്തകളിൽ നിന്ന് വാങ്ങാൻ സാധിക്കുമെന്നതാണ് ഒത്തക്കൽ മണ്ഡപത്തിലെ ചന്തയിലെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. തിരുമുഖം നേരിൽ കാണാൻ ഞാനും കൊതിച്ചു. തിരുസവിധത്തിൽ അണയാനായി മാനം കൊതിച്ചു. മദീനത്തെ മണ്ണിൽ നിന്നെ മാടി വിളിച്ചു. ഒത്തക്കൽ മണ്ഡപത്തിന്റെ വലിയൊരു മതിലാണ്. ഈ മതിലാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സവിശേഷത. ഇത് നമ്മുടെ ഒത്തക്കൽ മണ്ഡപത്തിലെ റോഡിനെ ക്രോസ് ചെയ്യുന്നതും അതുപോലെ തന്നെ വണ്ടികൾക്ക് സുതാര്യമായി കടന്നു പോകാൻ പറ്റുന്ന രീതിയിലുമാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. ഇവിടെ എല്ലാ സാധനങ്ങളും നമുക്ക് കുറഞ്ഞ വിലയിൽ ലഭിക്കുമെന്നതാണ് നമ്മുടെ ഈ ചന്തയിലെ ഏറ്റവും വലിയ പ്രത്യേകത. എല്ലാ സാധനങ്ങളും പൊരിയുണ്ട്, അതുപോലെ തന്നെ ചെരുപ്പ്, വിവിധ തരം ചെരുപ്പുകൾ, പിന്നെ നമ്മുടെ മക്കൾക്ക് ആവശ്യമായ വസ്ത്രങ്ങൾ, പാൻസ്, ഷർട്ട്, ബനിയൻസ്, അങ്ങനെ തുടങ്ങിയ എല്ലാവിധ സാമഗ്രികളും നമുക്ക് ഇവിടുന്ന് നിന്ന് വാങ്ങാൻ സാധിക്കും. ഈ വശത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം സ്നാക്സുകളും അതുപോലെ തന്നെ പൊരികളും നിരനിരയായി വെച്ചിരിക്കുന്നത് കാണാം. നല്ല സുന്ദരമായ കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. മറുവശത്തിലേക്ക് നമുക്ക് ചെല്ലുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ടോയ്സ് നല്ല ഭംഗിയിൽ ചിത്രീകരിച്ചിരിക്കുന്നതും അതുപോലെ തന്നെ അടുക്കി വെച്ചിരിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ സ്നാക്സിന്റെ ഒരു പ്രത്യേക തരം വിവിധ തരത്തിലുള്ള സ്നാക്സ്, പിന്നെ ദോശ, പത്തിരി, അങ്ങനെയുള്ള നമ്മുടെ തമിഴ്നാട്ടിൽ ലഭിക്കുന്ന നല്ല രീതിയിലുള്ള സ്നാക്സുകൾ നമുക്ക് ഇവിടുത്തെ കാണാൻ സാധിക്കും. കേരളത്തിനെ അപേക്ഷിച്ച്
വ്യത്യസ്ത തരത്തിലും രുചികരമായ ദോശയും സ്നാക്സും ഒക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടുമെന്നുള്ളത് മറ്റൊരു പ്രത്യേകത. ഇതൊരു ചെറിയ സ്റ്റോർ പോലെയാണ്. നമുക്ക് ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റുന്ന രീതിയിൽ സോപ്പ്, അതുപോലെ തന്നെ എണ്ണ തുടങ്ങിയിട്ടുള്ള വിവിധ സാമഗ്രികൾ, പിന്നെ അതുപോലെ തന്നെ ചെറുധാന്യങ്ങൾ എല്ലാം നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ സാധിക്കും. ഓരോ അക്കന്മാരാണ് ഇവിടെ ഇരുന്ന് കച്ചവടം ചെയ്യുന്നത്. കൂടാതെ ഇവിടെ പച്ചക്കറിയുടെ വിവിധ തരത്തിലുള്ള വെറൈറ്റി സാധനങ്ങൾ, അതുകൂടാതെ ഫ്രൂട്ട്സിന്റെ മറ്റൊരു തലം, വിവിധ തരത്തിലുള്ള സാമഗ്രികൾ നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ സാധിക്കുമെന്നതാണ് ഒറ്റക്കൽ മണ്ഡപത്തിലെ ചന്തയിലെ മറ്റൊരു പ്രത്യേകത. ഇവിടെ തേനുകളും അതുപോലെ തന്നെ മറ്റുള്ള സാധനങ്ങളും വിൽക്കാൻ വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലേക്ക് സുലഭമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന പഴങ്ങൾ, അതിലെ കദളിപ്പഴം മറ്റൊരു സവിശേഷതയാണ്. കൂടാതെ ഫ്രൂട്ട്സിന്റെ മറ്റൊരു നിര ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. വ്യത്യസ്ത തരത്തിലുള്ള രുചികരമായ വൈവിധ്യം നിറഞ്ഞ ഫ്രൂട്ട്സുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇങ്ങനെ പല രീതിയിലുള്ള വിപണികളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ മറ്റൊരു ഷോപ്പാണ്. എണ്ണകളും ധാന്യങ്ങളും അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്നു. അതുപോലെ ഇവിടെ സ്നാക്സുകളാണ് ഒരുക്കി വെച്ചിട്ടുള്ളത്. ഇവിടെ നമ്മുടെ ചെറിയ കൊച്ചുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകളും ഉടുപ്പുകളും നിരത്തി വെച്ചിരിക്കുന്നു. മറുവശത്ത് ടോയ്സുകൾ നിരത്തി വെച്ചിരിക്കുന്നു. ഇവിടെ നമുക്ക് ബെൽറ്റുകളും ഷോക്സുകളും തൊപ്പികളും എല്ലാം നമുക്ക് വാങ്ങാൻ സാധിക്കുമെന്നതാണ് നമ്മുടെ ഈ ചന്തയിലെ പ്രത്യേകത. കൂടാതെ മുല്ലപ്പൂവ് മറ്റൊരു സ്ഥലത്ത് നിരത്തി വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ പച്ചക്കറികളുടെ മറ്റൊരു കൂട്ടം ഇവിടെ കാണാം. ഇവിടൊക്കെ ആളുകളുടെ തിരക്കാണ്, ഇഷ്ടം പോലെ തിരക്കാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഒറ്റക്കൽ മണ്ഡപത്തിലെ ബുധനാഴ്ച ദിവസം, ആഴ്ചകളിൽ ബുധനാഴ്ച ദിവസമാണ് ഇങ്ങനെ ഒരു ചന്ത ഒരുങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദിവസം ഈ പ്രദേശത്തുള്ള എല്ലാ ആളുകളും സാധനങ്ങൾ വാങ്ങാൻ വരുന്നത് ഇവിടെയാണ്. ഇപ്പോൾ നമ്മുടെ ടൗണിലെ വിപണികളെ അപേക്ഷിച്ച് ഇങ്ങനെ ഒരു ചന്ത ഒരുങ്ങുന്നത് ഇവർക്ക് വലിയൊരു സൗഭാഗ്യവും സന്തോഷവും തന്നെയാണ്. കാരണം എല്ലാ സാധനങ്ങളും നമ്മുടെ കേരളത്തിലെ സൂപ്പർ മാർക്കറ്റിൽ വാങ്ങുന്നത് പോലെ തന്നെ ഇവിടെ ചന്തകൾ ഒരുങ്ങുമ്പോൾ എല്ലാ സാധനങ്ങളും ഇവിടുന്ന് വാങ്ങി സമയം നഷ്ടപ്പെടുത്താതെ സാധനങ്ങളെല്ലാം വാങ്ങി പെട്ടെന്ന് തന്നെ വീടുകളിലേക്ക് മടങ്ങാൻ പറ്റുന്ന രീതിയിലാണ് എല്ലാ സാധനങ്ങളും ഒരുക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാം നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ സാധിക്കും. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ ചെന്നാൽ എങ്ങനെയാണോ കാഴ്ച, അതുപോലത്തെ ഒരു കാഴ്ച തന്നെയാണ് നമ്മുടെ ഒറ്റക്കൽ മണ്ഡപത്തിലെ ചന്തയിൽ കാണാൻ സാധിക്കുന്നത്. അപ്പുറത്ത് വാഹനങ്ങൾ പാസ് ചെയ്യുന്നത് കാണാം. മറുവശത്ത് റോഡാണ്, അതിലൂടെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച മതിന് മുകളിലൂടെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. അതിൻ്റെ താഴെ ഭാഗത്തുകൂടെയും വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. ആ മതിലാണ് അവരുടെ ഈ നാടിൻ്റെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. കാരണം ഗതാഗതം സുതാര്യമാക്കാനും അതുപോലെ തന്നെ സൗകര്യപ്രദമാക്കാനും വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു മതിൽ അവിടെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു പച്ചക്കറിയുടെ ചന്തയാണ്. ഇഷ്ടം പോലെ ആളുകളുണ്ട് എല്ലാ സാധനങ്ങളും വാങ്ങാൻ. മനസ്സിലായി, പണക്കാരെന്നോ പാവപ്പെട്ടനെന്നോ വ്യത്യാസമില്ലാതെ നാനാജാതി ജനങ്ങളും ഒരുമിച്ച് കൂടുന്ന ഒരു സുന്ദരമായ
കാഴ്ചയാണ് നമ്മുടെ ഒത്തക്കൽ മണ്ഡപത്തിലെ ചന്തയിൽ കാണാൻ സാധിക്കുന്നത്. ഇവിടെ മുസ്ലിംസും ക്രിസ്ത്യൻസും ക്രൈസ്തവരും അങ്ങനെ നാനാജാതി ആളുകളും ഇവിടെ സാധനങ്ങൾ വാങ്ങാൻ വരും. കുറഞ്ഞ വിലയിൽ എല്ലാ സാധനങ്ങളും വാങ്ങാം എന്നതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും ഇവിടുന്ന് തന്നെയാണ് സാധനങ്ങൾ വാങ്ങി തിരിച്ചു പോകുന്നത്. നമ്മുടെ കേരളത്തിലെ സൂപ്പർ മാർക്കറ്റുകളെ പോലെ തന്നെ ഇവിടെ ബുധനാഴ്ച ദിവസം ചന്ത ഒരുങ്ങുമ്പോൾ ഈ പ്രദേശത്തെ എല്ലാ ആളുകളും സാധനങ്ങൾ വാങ്ങി ഇവിടെ നിന്നാണ് മടങ്ങി പോകുന്നത്. ഇഷ്ടംപോലെ ജനങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. പലതരത്തിലുള്ള ചന്തകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പച്ചക്കറി മറുവശത്ത്, അതുപോലെ തന്നെ സ്നാക്സ് വേറെ വശത്ത്, ഫ്രൂട്ട്സ് മറുവശത്ത്. നല്ല സുന്ദരമായ കാഴ്ച. തക്കാളികളൊക്കെ നിരന്നിരിക്കുന്നത് കണ്ടോ. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് നമുക്ക് ചന്തകളിൽ നിന്ന് വാങ്ങാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കേടുമില്ലാത്ത നല്ല സുന്ദരമായ വിഷരഹിതമായ പച്ചക്കറികൾ നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ സാധിക്കുമെന്നത് ഈ ചന്തയിലെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. നമ്മൾ പച്ചക്കറി കടകളിൽ നിന്ന് വാങ്ങുമ്പോൾ ചീഞ്ഞതും അതുപോലെ തന്നെ അഴുകിയതുമായ പച്ചക്കറികൾ കിട്ടുമ്പോൾ ഇങ്ങനെയുള്ള ചന്തകൾ ഒരുങ്ങുന്നത് ഈ നാട്ടുകാർക്ക് ഏറ്റവും സൗഭാഗ്യം തന്നെയാണ്. ഇവിടെ കണ്ടോ, ഉള്ളികൾ, കിഴങ്ങുകൾ എല്ലാം നിരത്തി വെച്ചിരിക്കുന്നുണ്ടോ. നല്ല സുന്ദരമായ കാഴ്ചയാണ്. ഈ കാഴ്ചകൾ നമ്മൾ നേരിട്ട് വന്ന് കാണുമ്പോഴാണ് ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ സാധിക്കുള്ളൂ. തീർച്ചയായിട്ടും ഞങ്ങളും ഇവിടുന്നാണ് സാധനങ്ങൾ വാങ്ങാറുള്ളത്. ബുധനാഴ്ച ദിവസം ഇവിടെ വന്ന് ഓരോ സാധനങ്ങൾ നമ്മൾ ഇവിടുന്ന് കളക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരാഴ്ചക്കുള്ള സാധനങ്ങൾ ഇവിടുന്ന് വാങ്ങിയിട്ടാണ് തിരിച്ചു പോവാറുള്ളത്. എല്ലാ സാധനങ്ങളും നമുക്ക് കുറഞ്ഞ വിലയിൽ വാങ്ങാൻ പറ്റുന്ന ഒരു നല്ലൊരു വിപണിയാണ് ഒത്തക്കൽ മണ്ഡപത്തിലെ ചന്ത എന്ന് പറയുന്നത്. ഇഷ്ടം പോലെ ആളുകളാണ് നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കുന്നത്. നല്ല സുന്ദരമായ കാഴ്ചയാണ്. എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. എല്ലാ ഐറ്റംസുകളും നമുക്ക് വാങ്ങാൻ സാധിക്കും. ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ, പൈസ വേണമെങ്കിൽ പൈസ, അങ്ങനെ ഏത് വേണമെങ്കിലും ക്യാഷ് മെത്തേഡ് നമുക്ക് സ്വീകരിക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ ഒത്തക്കൽ മണ്ഡപത്തിലെ വിപണിയിലെ കാഴ്ചകൾ. വീണ്ടും അടുത്ത വീഡിയോയുമായി നമുക്ക് കണ്ടുമുട്ടുന്നത് വരെ ഗുഡ് ബൈ.